നമ്മൾ എന്നും ഉപയോഗിക്കുന്ന സാധാരണ മരുന്നുകൾക്ക് പെട്ടെന്നൊരു ദിവസം വില കൂടിയാലോ? മരുന്നിൻ്റെ ദൗർലഭ്യം കൊണ്ടല്ല, മറിച്ച് കേവലം രാഷ്ട്രീയ വടംവലികൾ കാരണം. അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള സാധ്യതകളാണ് നിലവിൽ ഉയർന്നു വരുന്നത്. ജനറിക് മരുന്നുകൾക്ക് ഘട്ടം ഘട്ടമായി തീരുവ വർദ്ധിപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനങ്ങളാണ് ഇത്തരമൊരു ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. മരുന്ന് നിർമ്മാണം അമേരിക്കയിലേക്ക് തിരികെ എത്തിക്കുക എന്നതാണ് ട്രംപിൻ്റെ ലക്ഷ്യമെങ്കിലും ഇതിൻ്റെ പ്രതിഫലനം ഇന്ത്യയിലും ശക്തമായി അനുഭവപ്പെട്ടേക്കാം. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറക്കുമതി ചെയ്യുന്ന ജനറിക് മരുന്നുകൾക്ക് ഘട്ടം ഘട്ടമായി തീരുവ വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. അദ്ദേഹത്തിൻ്റെ പദ്ധതി പ്രകാരം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ജനറിക് മരുന്നുകൾക്ക് 2028 ഓഗസ്റ്റ് 1 മുതൽ 100% തീരുവ ഏർപ്പെടുത്തും. തൊട്ടടുത്ത വർഷം ഇത് 200% ഉയർത്തുകയും ചെയ്യും. പ്രമുഖ മരുന്ന് നിർമ്മാണ കമ്പനികളുടെ ഉൽപ്പാദന യൂണിറ്റുകൾ അമേരിക്കയിലേക്ക് മാറ്റാൻ നിർബന്ധിതരാക്കുക എന്നതാണ് ട്രംപിൻ്റെ നീക്കം. 2028ഓടെ അമേരിക്കയിലേക്ക് മാറിയില്ലെങ്കിൽ കമ്പനികൾ വലിയ തീരുവ ഭാരം നേരിടേണ്ടി വരും. ഇത് വിപണിയിൽ തിരിച്ചടിയാകുകയും ചെയ്യും. തീർച്ചയായും ഇത് ഇന്ത്യയെയും പ്രതികൂലമായി ബാധിക്കും. കാരണം നിലവിൽ ലോകത്തിൻ്റെ തന്നെ ഫാർമസി എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. അമേരിക്കക്കാർക്ക് തങ്ങളുടെ പോക്കറ്റ് കാലിയാകാത്ത രീതിയിൽ ജനറിക് മരുന്നുകൾ വാങ്ങാൻ കഴിയുന്നതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയാണ്. 2025 മാത്രം $970 കോടി മരുന്നുൽപ്പന്നങ്ങളാണ് ഇന്ത്യ US കയറ്റുമതി ചെയ്തത്. ഇന്ത്യയുടെ മൊത്തം മരുന്ന് കയറ്റുമതിയുടെ ഏകദേശം 38% അമേരിക്കയിലേക്കാണ് എന്നതും ശ്രദ്ധേയമാണ്. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ക്യാൻസർ, അണുബാധകൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകളാണ് ഇതിൽ ഭൂരിഭാഗവും. ചുരുക്കത്തിൽ ആഗോള മരുന്നുൽപാദനത്തിൽ ഇന്ത്യയുടെ വ്യാപ്തി അത്രത്തോളമുണ്ട്. എന്നാൽ ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നതോടെ നിക്ഷേപകർ ആകെ ആശങ്കയിലായിരിക്കുകയാണ്. ഇന്ത്യയിലെ മുൻനിര ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളായ സൺ ഫാർമ, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ്, ലുപ്പിൻ, അരബിന്ദോ ഫാർമ എന്നിവയുടെ ഓഹരി മൂല്യം 2 മുതൽ 2.5% വരെ ഇടിയുകയും ചെയ്തു. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞേക്കാം എന്ന ഭീതിയാണ് ഓഹരി വിപണിയിൽ പ്രതിഫലിച്ചത്. എന്നാൽ ഈ തീരുമാനം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വലിയ ആഘാതമുണ്ടാക്കില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ മോട്ടിലാൽ ഓസ്വാളിൻ്റെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പ്രതീക്ഷിക്കുന്ന അത്ര പ്രത്യാഘാതമുണ്ടാകില്ല. കാരണം ഭൂരിഭാഗം ഇന്ത്യൻ മരുന്ന് നിർമ്മാതാക്കളും നിലവിൽ തങ്ങളുടെ അമേരിക്കൻ അനുബന്ധ സ്ഥാപനങ്ങൾ വഴി അവരുടെ മരുന്നുകൾ വിൽക്കുന്നുണ്ട്. എങ്കിലും ട്രംപിൻ്റെ പുതിയ തീരുവ പ്രഖ്യാപനം വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഇന്ത്യൻ കമ്പനികളെ തങ്ങളുടെ ഉൽപ്പന്ന യൂണിറ്റുകൾ അമേരിക്കയിലേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഇന്ത്യക്കും ഇവിടുത്തെ സാമ്പത്തിക രംഗത്തിനും വലിയ തിരിച്ചടിയാകും. ഒരിക്കൽ കൂടി ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന് വലിയൊരു വില കൊടുക്കേണ്ടി വരുമോ എന്നതാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.